والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله والعاقبة للمتقين. പ്രിയപ്പെട്ട വിശ്വാസി സഹോദരൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായി ഉപദേശിക്കുന്ന ഒരു ഉപദേശം നമുക്കെല്ലാം പരിചയമുള്ളത്. യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, അല്ലയോ മോനെ, ഞാൻ നിനക്ക് കുറച്ച് വാക്കുകൾ പഠിപ്പിച്ചില്ല. ഇഹ്ഫളില്ലാഹ യഹ്ഫളുക, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹു നിന്നെ കാത്തുരക്ഷിക്കും. ഇഹ്ഫളില്ലാഹ, അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ തജിദുഹു തുജാഹക, നിന്റെ മുന്നിൽ നിനക്ക് അല്ലാഹുവിനെ കാണാൻ കഴിയും. കാണുക എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും നമ്മളെ മുന്നിൽ നയിക്കുന്നവനായിട്ട് നമുക്ക് അല്ലാഹുവിനെ കാണാം. നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കുക. നീ ആരോടെങ്കിലും സഹായം ചോദിക്കാൻ തുനിഞ്ഞാൽ അല്ലാഹുവിനോട് ചോദിക്കുക. വഅലം, നീ അറിയുക, അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക. ഈ മുഴുവൻ ലോകവും അല്ലെങ്കിൽ മുഴുവൻ സമുദായവും തന്നെ നിനക്ക് ഒരു ഉപകാരം ചെയ്യാൻ വേണ്ടി ഒന്നിച്ചു കൂടിയാൽ അള്ളാഹു എഴുതിയിട്ടില്ലാത്ത ഒരു ഉപകാരവും അവർക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ഇനി തിരിച്ചും ഒരു ഉപദ്രവം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ മുഴുവനും നിനക്കെതിരെ ഒന്നിക്കുന്നത്. പക്ഷേ അള്ളാഹു എഴുതിയിട്ടില്ലാത്ത, നിനക്ക് നിന്റെ വിധിയിൽ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു ഉപദ്രവവും ഇവർക്കാർക്കും ചെയ്യാൻ സാധിക്കുകയില്ല. അവസാനം ഒരു കാര്യം കൂടി പറയുകയാണ്, വളരെ ചിന്തനീയമായ ഒരു വാക്കാണ്. റുഫിഅത്തിൽ അഖ്ലാം, ആ പേന ഉയർത്തപ്പെട്ടു. ആ പേജ് ഉണങ്ങുകയും ചെയ്യും. അതിന്റെ ഉദ്ദേശം, നീ ഇതിൽ യാതൊരു മാറ്റവുമില്ല. പേന ഉയർത്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇനി എഴുതാൻ സാധ്യതയില്ല. പേജ് മഷി ഉണങ്ങി എന്ന് പറഞ്ഞാൽ ഇനി അതിന് മാറ്റവുമില്ല. അപ്പോൾ അള്ളാഹുവിന്റെ ഖദർ നമ്മളെ എങ്ങനെ പോയാലും നമുക്കതിൽ നിന്നും മാറി സഞ്ചരിക്കാനാവില്ല. അള്ളാഹു നമുക്ക് രേഖപ്പെടുത്തിയത് നമ്മളിലേക്ക് വരിക തന്നെ ചെയ്യും. അത് ഉപകാരമാകട്ടെ ഉപദ്രവമാകട്ടെ. അതല്ലാത്ത ഒരു ഉപകാരവും ഒരു ഉപദ്രവവും സൃഷ്ടികൾക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള വിശ്വാസം, അടിയുറച്ച ആദർശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായുടെ മനസ്സിലേക്ക്, ചെറിയ കുഞ്ചു മനസ്സായിരുന്ന സമയത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസം പകർന്നു കൊടുക്കുന്നതാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് ഉള്ളൊരു പാഠം, ചെറുതിലെ മക്കളെ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയും. അവരുടെ വിശ്വാസത്തെ, ചെറിയ കുട്ടികൾക്ക് അള്ളാഹുവിനെ പറ്റി പറയുമ്പോഴെല്ലാം അവർക്ക് ഭയങ്കര ആവേശമാണ്. അള്ളാഹുവിനോട് ചോദിക്കണം എന്ന് പറയുമ്പോഴെല്ലാം അപ്പോൾ ആ രീതിയിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ശരിയായ വിശ്വാസം ചെറുപ്പത്തിലെ മക്കളുടെ മനസ്സിലേക്ക് നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ അത് വലിയ രീതിയിൽ അവരുടെ ഭാവിയിലുള്ള അവരുടെ ഈമാനിനെ അത് സ്വാധീനം. ഒന്ന് നോക്കൂ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആരാണ്? അദ്ദേഹം റഈസുൽ മുഫസ്സിരീൻ, തർജുമാനുൽ ഖുർആൻ എന്നറിയപ്പെട്ട മഹാനായ സഹാബിയാണ്. ഖുർആനിന് ഒരു ആധികാരികമായ വ്യാഖ്യാനം ഉണ്ടെങ്കിൽ അത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞിട്ടേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ തലയിൽ കൈവച്ചുകൊണ്ട്, കുട്ടിയായിരിക്കും തന്നെ തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായി കാണാം. അല്ലാഹുമ്മ അല്ലിംഹു തഅബീരി, അല്ലാഹുവേ ഇവനെ നീ എന്ത് ചെയ്യണം, ഖുർആൻ വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുക്കണേ എന്ന്. ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പായും സ്വീകരിക്കുമല്ലോ. അങ്ങനെ റഈസുൽ മുഫസ്സിറുകളുടെ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ തലവൻ, നേതാവ് എന്നും, ഹിബ്റുൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ തന്നെ പണ്ഡിതനെന്നും, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തർജുമാനുൽ ഖുർആൻ, ഖുർആനിന്റെ വ്യാഖ്യാനം അല്ലെങ്കിൽ ഖുർആനിന്റെ വിവർത്തനം എന്നൊക്കെ പേരിൽ അറിയപ്പെട്ട മഹാനായ സ്വഹാബിയായി തീർന്നത്. ഈ രീതിയിൽ അള്ളാഹുവിന്റെ കുറിച്ചുള്ള യഥാർത്ഥ വിശ്വാസം, അള്ളാഹു നമ്മളെ സദാ നിരീക്ഷിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ നമ്മളുടെ മേൽ ബാധകമാണ് എന്ന രീതിയിൽ കുട്ടികളിലേക്ക് വിശ്വാസം പകർന്നു കൊടുക്കാൻ നമുക്കും ആ വിശ്വാസം സ്വീകരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
വസല്ലല്ലാഹു അലാ നബിയിന